പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യമുള്ള ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ തിരുനാമം നമ്മളിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണം എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നുവോ അത്രമാത്രം ക്രിസ്തു നമ്മളെ പ്രതിഫലിക്കുമെന്നുള്ളതിനാൽ ദൈവമേ, ഞങ്ങളെ ആഴത്തിൽ ശുദ്ധീകരിക്കണമേ. നിന്നെ പ്രതിഫലിപ്പിക്കുന്ന റിഫ്ലക്ടറായി പ്രതിഫലന പാത്രങ്ങളായി ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ. എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് പുത്രൻ അരുളിച്ചതുപോലെ നിങ്ങളെ കാണുന്നവർ എന്നെ കാണുന്നുവെന്നുള്ള സാക്ഷ്യം ഞങ്ങളെ ദർശിക്കുന്ന ഓരോരുത്തരും അങ്ങേ കാണുവാനിടയായി തീരണമേ. അവിടുത്തെ കൃപ ദർശിക്കുവാനിടയായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 111 സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവിക പ്രവർത്തികളുടെ ഒരു സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതിശയകരമായി ദൈവം ഓരോന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസം ഇതിനകത്ത് ഉറപ്പിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും കാതലായ ഒരു സത്യം, ഒരു വാക്യം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത് ദേഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന്. യഥാർത്ഥമായ ഭക്തിയോട് ചേർന്നുള്ള ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്രേസുണ്ട്, ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണമെന്ന്. ബുദ്ധിയെ ഭക്തി കൊണ്ട്, യഥാർത്ഥ ദൈവഭക്തി കൊണ്ട് പൊതിഞ്ഞില്ലെങ്കിൽ ആ ബുദ്ധി വിഫലമായി പോകും. അത് ദൈവിക ഉദ്ദേശങ്ങൾ നിർവഹിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. സാധാരണ പറയാറുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു നല്ല അക്കൗണ്ടിങ് അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ശിഷ്യനായിട്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹിതം അറിയാതെ ഈ അക്കൗണ്ടിങ് കണക്കറിയാമെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലല്ലോ. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതിനെ ഉപയോഗിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ കണക്കുകൊണ്ട് എന്ത് പ്രയോജനം? അത് അദ്ദേഹത്തിന് മാത്രമല്ലേ പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവുകൾ അവൻ തനിക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുമ്പോൾ ദൈവികമായ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ്. ബുദ്ധിയും ശക്തിയും എല്ലാം ആ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ അർപ്പണം ചെയ്ത്, ദൈവമേ നീ അത് ഉപയോഗിക്കണമേ തിരുനാമമഹത്വത്തിന് വേണ്ടി എന്ന് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് ഒരു ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത്. ജീവിത ഉദ്ദേശം അത് നിർവഹിക്കപ്പെടുന്നത് അപ്പോഴാണ്. അല്ലാത്തതെല്ലാം നിരർത്ഥകങ്ങളായിട്ട് മാറും. തലമുറകളിലേക്കൊന്നും കൈമാറത്തക്കവണ്ണമുള്ള അനുഗ്രഹീതമായ ജീവൻ്റെ അനുഭവങ്ങളായിരിക്കുകയില്ല. എല്ലാം നിർജീവമായ കുറേ പ്രവൃത്തികളുടെ കൂമ്പാരങ്ങളായി കുപ്പക്കുന്നുകളായി മാറുക മാത്രം ചെയ്യും. അതൊന്നും ആർക്കും ഒരിക്കലും ഒരുത്തർക്കും പ്രയോജനം ലഭിക്കുകയില്ലാത്തതായി മാറും. എന്നാൽ യഥാർത്ഥ ദൈവഭക്തിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീതിമാൻ ചെയ്യുന്നതൊക്കെയും സംഭവിക്കാതെ നടക്കും, അത് നിവൃത്തിയാകും. മാത്രമല്ല അത് അനുഗ്രഹിക്കപ്പെട്ടതുമാകുമെന്നുള്ളതാണ് കാണുന്നത്. അബ്രഹാമിനോട് ദൈവം ചെയ്ത നിയമം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇന്നും ഇസ്രായേൽ ജനത്തിൽ നമ്മൾ കാണുകയാണ്. അവരുടെ ജ്ഞാനം, അവരുടെ വിവേകം, അല്ലേ, ഏകദേശം നോബൽ പ്രൈസസിൽ 70% കാണും എല്ലാം അവർ. പക്ഷേ എണ്ണത്തിൽ ചുരുങ്ങിയവരാണ്. കേരളത്തിൻ്റെ ഇന്നിപ്പോൾ വിസ്തൃതമാക്കിയപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എത്രയുണ്ട്? കേരളത്തിൻ്റെ ഒരു 3/4 ഭാഗം കാണുമോ? മുക്കാത്രം പോലുമില്ല. അത്രയും മാത്രം വിസ്തൃതമുള്ള ഒരു ദേശം ലോകരാജ്യങ്ങളെ തന്നെ അതിശയിക്കുമാർ അവരുടെ വളർച്ച, അവരുടെ ഉന്നമനമൊക്കെ നമ്മൾ ചിന്തിക്കുക. മറുഭാഗത്തവർ യഥാർത്ഥ ദൈവത്തെ അറിയുന്നുണ്ടോ എന്ന് പറയും, അവരുടെ ഭക്തി. എന്നാൽ ദൈവത്തിൻ്റെ ആ നിയമമാണത്. ദൈവം ഒരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുകയാണ് അബ്രഹാമിനോട് ചെയ്ത നിയമം. അവരുടെ സവിശേഷമായൊരു കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്തിന് അനുഗ്രഹമായിരിക്കുകയാണത്. ചുറ്റും മരുഭൂമി സമാനമായ ജീവിതങ്ങൾ കാണുമ്പോൾ ആ ദേശം അവർ ഡ്രിപ്പിംഗ് സിസ്റ്റമൊക്കെ അനുസരിച്ച് അവർ കൃഷിയൊക്കെ ചെയ്തതിലൊക്കെ ഇവിടെ ഇന്ത്യയിലൊക്കെ വന്നവർ കൃഷി സമ്പ്രദായം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പോയി പഠിക്കുന്നു, മന്ത്രിമാരോട് പോയി കാണുന്നു. ആ ചെറിയ ദേശമാണ് ചുറ്റുമുള്ള 30 അറേബ്യൻ കൺട്രീസിലേക്കൊക്കെ ഫലങ്ങൾ, ഫ്രൂട്ട്സൊക്കെ എല്ലാം കയറ്റി അയക്കുന്നത്, പൂക്കൾ കയറ്റി അയക്കുന്നത്. എന്തെല്ലാം! അത് മാത്രമാണ് മെഡിസിൻ്റെ എല്ലാ ഭൂരിഭാഗവും ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യുന്നവരാണ്. പെനിസിലിൻ കണ്ടുപിടിച്ച് എല്ലാറ്റിൻ്റെയും ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് ഈ ഓരോ എക്യുപ്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിൽ ഈ ഡിസേബിളായിട്ടുള്ളവർക്ക് ഉപകരിക്കുന്ന ഉപകരണങ്ങൾ, ആർട്ടിഫിഷ്യൽ ലെഗ്, കാലുകൾ, കൈകൾ, ഇതെല്ലാം കനം കുറഞ്ഞ് ചെയ്യാം. എങ്ങനെ? അതൊരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ പണ്ടെല്ലാം അത് ഭയങ്കര വെയിറ്റാണ്. അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ളതായി ഫ്രണ്ട്ലി ആയിരുന്നില്ല അത്. എന്നാൽ ഇന്ന് അത് വളരെ ഒട്ടും ഭാരവുമില്ലാത്ത രീതിയിൽ
നവീകരിക്കപ്പെട്ട രീതിയിൽ അതെല്ലാം നവീകരിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം പിന്നിൽ അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കാണുക, ഇവിടെ പറയുകയാണ് 5-ാമത്തെ വാക്യം നമ്മൾ കൊണ്ട്, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു, ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എക്സ്ട്രാ ഓർഡിനറി ദൈവം കൃപകൾ കൊടുക്കും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. ഈ ദൈവ നിഷേധികളായ മനുഷ്യർ വന്നു, അവൻ ആ തലമുറയിൽ കുറേ എന്തൊക്കെയോ പുലമ്പി അവൻ കടന്നു പോവുക. പക്ഷെ ദൈവത്തിൻ്റെ ആസ്തിക്യം ഇന്നും നിലനിൽക്കുന്നു, അല്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടി ഇന്നും നിലനിൽക്കുന്നു. ഒരു സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടിയുമില്ല. അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഏറ്റവും മൂഢരായിപ്പോയി ഈ ദൈവമില്ല എന്ന് പറയുന്നവർ. അവർക്കത് വിശ്വസിക്കാൻ കഴിയാതെ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി, അവരുടെ ബുദ്ധി ഇരുണ്ടുപോയി. എന്തൊക്കെയോ ഒരു ഇരുട്ടുമുറിയിൽ കടന്ന് എന്തൊക്കെയോ തപ്പുന്നത് പോലെ അവർ ലോകവിജ്ഞാനമൊക്കെ അവർ തപ്പി നോക്കി, ഒന്നും അവർ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ അവിടെ ഹൃദയത്തിൽ ഇറങ്ങി വരുന്ന, അവർ ഹൃദയത്തിൽ അനുഭവവേദ്യമാകുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ അവർ കഴിയാതെ പോയി. അങ്ങനെ ആയരുത്. ദൈവം അത്യുന്നതനായി വസിക്കുന്നുവെങ്കിലും താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ പാർക്കുകയും ചെയ്യുന്നതാണ് തിരുവെഴുത്ത് പറയുന്നത്. മനസ്താപവും മനോവിനയവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളോടുകൂടി വസിക്കും. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന പറയുന്നത്. ഒരിക്കലും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും അഹങ്കരിക്കുകയോ മറ്റുള്ളവരെ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യുന്നതായിരിക്കരുത്. നമുക്ക് എളിമയോടെ ഒരു ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അത് പരിപൂർണമാകും. ആ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊള്ളും. ഇവിടെ പറയുകയാണ്, അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തൻ്റെ നിയമത്തെ എന്നേക്കും കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ദൈവത്തിൻ്റെ നാമം അത് വിശുദ്ധമാണ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ദ ഫിയർ ഓഫ് ദ ഗോഡ്, അല്ലെ? ഫിയർ ഓഫ് ദ ലോഡ്. ദ ഫിയർ ഓഫ് ദ ലോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പോൾ യഹോഭക്തിയോട് കൂടെയുള്ള ജ്ഞാനമാണ് ഏറ്റവും മഹത്തരമായതെന്നാണ് പറയുന്നത്. അല്ലാത്തതെല്ലാം വെറും അടിസ്ഥാനരഹിതമാണെന്നാണ് തിരുവെഴുത്ത് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഈ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ നോക്കാം. മനുഷ്യവർഗത്തിൻ്റെ തന്നെ ഈ എബ്രായരുടെ അവർ ദൈവഭക്തിയിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത്. മതാടിസ്ഥാനമില്ലാത്ത പരിഷ്കാരം, ഞാനിങ്ങനെ വായിക്കണ്ടായി. മതാടിസ്ഥാനമില്ലാത്ത പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയില്ലാത്ത പരിഷ്കാരം ഉത്തര കാനഡയിലെ ഹോൺപെയിനിലും മറ്റും കാണാവുന്ന ധ്രുവപ്രഭ പോലെയാകുന്നതാണ്. അവിടെ ചില പ്രതിഭാസങ്ങൾ കാണും. വർണ്ണശബളമായ ചില മേഘങ്ങളെല്ലാം വർണ്ണശബളമായിട്ട് കാണും. ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. എന്നാലോ രാത്രിയിൽ അല്പസമയത്തെ ആകാശം വർണ്ണശബളമാക്കി തുള്ളിക്കളിച്ച് പ്രകാശിക്കുന്ന ഈ പ്രതിഭാസം മാഞ്ഞു മറിഞ്ഞു പോകുന്നത് പോലെ പിന്നെ നിലനിൽക്കുകയില്ല. അത് മാഞ്ഞു മറിഞ്ഞു പോകും. പ്രഭാതം വരുമ്പോഴത്തേന് അത് മാഞ്ഞു പോകും, അത് അസ്തമിക്കും. അത് ക്ഷണികമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പ്രതിഭാസം മാഞ്ഞു മറിഞ്ഞു പോകുന്ന പോലെയാണ് ഭൗതിക ഐശ്വര്യവും ലൗകിക പ്രതാപവും. ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും എല്ലാം പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്. ദൈവത്തെ അടിസ്ഥാനമില്ലാത്തതാണ്. നമ്മൾ കാണുന്നുണ്ട് രണ്ട് കൂട്ടർ, ബുദ്ധിയുള്ള മനുഷ്യനെയും ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിതു. ആ ദൈവഭക്തിയാണ്, ദൈവവിശ്വാസമാണ്. അല്ലാത്ത മണലിന്മേൽ പണിതുപോലെ അവൻ്റെ പ്രവൃത്തികളെല്ലാം നശിക്കും. അതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യമെന്ന് പറയും. അങ്ങനെ ഈ ഹോൺപെയിലൊക്കെ മറ്റ് കാണുന്ന ധ്രുവപ്രഭ പോലെയാണെങ്കിൽ യഥാർത്ഥ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ആ വർണ്ണശബളമാകുന്ന മേഘങ്ങളൊക്കെ മാറിപ്പോകുമെങ്കിലും അപ്പോഴും നീലാകാശം പോലെ അനന്തമായി നിലനിൽക്കുന്നതാണ് യഥാർത്ഥമായി ദൈവഭക്തിയുള്ള ജീവിതം എന്ന് പറയുന്നത്. അത് എപ്പോഴും നീലാകാശം പോലെ നിലനിൽക്കും, സ്ഥായിയായിരിക്കരുത്. തുടർന്ന് ഞാൻ വായിക്കുണ്ടായത് ഇങ്ങനെയാണ്, അത് അറിവും സാഹിത്യവും തത്വജ്ഞാനവും ഒരു രാഷ്ട്രത്തെ നിലനിർത്തുമെങ്കിൽ, ഏതൊക്കെ അറിവ്, സാഹിത്യം, തത്വജ്ഞാനം, ഫിലോസഫി, ഇതൊക്കെ ഒരു രാഷ്ട്രത്തെ നിലനിർത്തുമെങ്കിൽ പുരാതന ഗ്രീസ് നശിക്കുകയില്ല. എന്നില്ല, പുരാതന ഗ്രീസ് എന്നില്ല. തത്വശാസ്ത്ര ചിന്തകരെന്നൊക്കെ അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഒക്കെ ഉള്ളതായ ഒരിതിൽ ടാസിറ്റസും ഗോയിതയും ഗിബോനും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നില്ല. വീരപരാക്രമവും സാമ്രാജ്യ വിസ്താരവും രാജ്യമീമാംസയും നിയമാവലിയും സൈനിക ശക്തിയും അനശ്വരമാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം. പക്ഷെ ഇന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ അത് അനശ്വരമാണെങ്കിൽ റോമാ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുമായിരുന്നു.
ലോകത്തിൻ്റെ ചക്രവർത്തിയായി. എന്നാൽ അത് നിലനിൽക്കുന്നില്ല. എന്നാൽ നിലനിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാന സ്നേഹമാണ്. ജോർജ് വാഷിങ്ടൺ തൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കും. വളരെ ഭക്തനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരും മിക്കവാറും എല്ലാം വളരെ ഭക്തനായി. എബ്രഹാം ലിങ്കനൊക്കെ തൻ്റെ മുറിയിൽ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു പറയുന്നത്. കണ്ണുനീരോടെ ദൈവസന്നദ്ധിയിൽ ഭരണത്തിന് വേണ്ടി ഓരോ പ്രതിസന്ധി ഉത്തരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത്. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിരമിക്കുമ്പോൾ അദ്ദേഹം യൂത്ത്സിന്, അതായത് അന്നത്തെ യങ്സ്റ്റേഴ്സിന് അമേരിക്കൻ പൗരാവലിക്ക് നൽകിയ ഒരു അന്ത്യ സന്ദേശത്തിൽ അദ്ദേഹം ഈ സങ്കീർത്തന സൂക്തത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണെന്ന് വേണ്ടി പറയാം. എന്താണ് പറയുന്നത്? മനുഷ്യ സമൂഹത്തിൻ്റെ സൗഭാഗ്യത്തിന് നിദാനമായ ഈ ഭക്തി ഉപേക്ഷിച്ചുള്ള രാജ്യഭക്തിയും ദേശാഭിമാനവും, അതായത് ദൈവഭക്തി ഇല്ലാതെയുള്ള രാജ്യഭക്തി. ചിലർ രാജ്യഭക്തന്മാരാണ്, ദേശാഭിമാനികളാണ്. പൗരധർമ്മത്തെയോ സാമൂഹിക കടമകളെയോ വിജയിപ്പാൻ പോകുന്നില്ല. യഥാർത്ഥ ദൈവഭക്തി ഇല്ലെങ്കിൽ അതൊന്നും വിജയിക്കത്തില്ല. രാജ്യഭക്തി കൊണ്ടോ ദേശത്തോ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും പൗരധർമ്മത്തിൻ്റെയും തൂണുകൾ ദൈവവിശ്വാസവും ധർമാനുഷ്ഠാനവുമാണ്. വ്യക്തി ജീവിതത്തിലും സാമുദായിക ജീവിതത്തിലും അഭിവൃദ്ധിക്ക് കാരണമായി നിൽക്കുന്ന ദൈവവിശ്വാസവും നീതിബോധവും കൈവടിഞ്ഞാൽ പിന്നെ മാന്യതയ്ക്കും സ്വത്തിനും ജീവനും ഭദ്രതയുടെ. അതുകൊണ്ട് യഥാർത്ഥ ദൈവഭക്തി ഇല്ലെങ്കിൽ ആ മനുഷ്യൻ അസ്ഥിരനാണ്. അവൻ്റെ ജീവിതത്തിന് യഥാർത്ഥമായി ഉറപ്പൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം, ദൈവഹിതം ആരാഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മൾ പറയണം, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ. ആ ഗത്സമനയിലെ പ്രാർത്ഥനയ്ക്കാണ്, ആ ഗത്സമനയിലെ യഥാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ക്രൂശ് സഹിപ്പാൻ ദൈവം കൃപ തരും. ക്രൂശ് സഹിച്ചാലോ ക്രൂശിന് ശേഷം ഒരു കിരീടമുണ്ട്, ഒരു ഉയർപ്പുണ്ട്, ക്രൗണുണ്ട്. ആഫ്റ്റർ എ ക്രോസ് ദർ ഈസ് എ ക്രൗൺ. ക്രൂശിന് ശേഷം ഒരു കിരീടം, ഒരു ഉദ്ധാനമുണ്ട്. അപ്പം അതിനെ ഞങ്ങളെ സഹായിപ്പിക്കുന്ന ഗത്സമന എന്ന് പറയുന്നത്, തോട്ടത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ എന്താ പിതാവിനോട് പ്രാർത്ഥിക്കും? പിതാവേ, ഈ പാനപാത്രം നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, എന്തും ആയിക്കോട്ടെ. ദൈവമേ, എൻ്റെ ഇഷ്ടമൊന്നും നടക്കരുത്, നിൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് തന്നെ നിൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ളതാണെങ്കിൽ അവിടെ ഈക്വലൈസായി. അത് എൻ്റെ ഇഷ്ടം എന്താ, നിൻ്റെ ഇഷ്ടം എന്താ? എൻ്റെ ഇഷ്ടം ദൈവ ഇഷ്ടം നടക്കണമെന്നുള്ളതാണ്. അതാ എൻ്റെ ഇഷ്ടം. കർത്താവേ, അത് മതി എനിക്ക്, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ മതി. ആ പാതകളിലേക്ക് എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. യഹോവയുടെ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നതെന്നാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ഭക്തിയുടെയും ആത്മാവെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. വിസ്ഡം, നോളജ് എല്ലാം വ്യത്യസ്തമാണ്. നോളജ് ഉണ്ടെങ്കിൽ പോരാ, വിസ്ഡം വേണം. വിസ്ഡം, അപ്പോൾ നോളജ്, വിസ്ഡം, അറിവ്, ജ്ഞാനം, ശക്തി, മൈറ്റ്, ശക്തി, ബലം, എല്ലാത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ആത്മാവ് നമ്മളിൽ ആവസിക്കുമ്പോൾ, ആത്മാവ് നമ്മളിൽ അധിവസിക്കുമ്പോൾ ഡ്വെല്ലിങ് ആൻഡ് ഇൻഡ്വെല്ലിംഗ് ഉണ്ട്. ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, എന്നാൽ ഇൻഡ്വെല്ലിംഗ് ഉണ്ട്. നമ്മുടെ ആന്തരികമായ അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അതിനൊക്കെ നമ്മൾ വിട്ടുകൊടുത്താൽ മതി. ഫ്ലെക്സിബിൾ, നമ്മൾ വിട്ടുകൊടുക്കണം ദൈവ ഇഷ്ടത്തിന് വേണ്ടി. എൻ്റെ ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി വിട്ടുതരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവയോട് നിന്നെ വാഴണമേ. അപ്പോൾ തന്നോട് യാചിക്കുന്നൊക്കെ ആത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ നിന്നോട് ആത്മാവിനെ ചോദിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നയിക്കണമേ, നിറയ്ക്കണമേ. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവികത തിരിച്ചറിയാൻ എന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാക്കണമേ. നിറഞ്ഞ് കവിയുന്ന അനുഭവം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എത്രത്തോടെ ഞങ്ങളെ കൊണ്ടുവന്നെടുത്ത ദൈവനായി കൃപയ്ക്കായി സ്തുതി. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ കണ്ണും നിന്നെ കണ്ടു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഞങ്ങൾ എന്നയോളം വന്നു. എപ്രകാരമാണ് ഞങ്ങളുടെ ബാല്യത്തിലൊന്നുമില്ലായിരുന്ന അവസരത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളോട് സംരക്ഷിച്ചപ്പോൾ എത്രത്തോളം കൊണ്ടുവന്നല്ലോ. തുടർന്ന് നിൻ്റെ ഹിതത്തിന് ഞങ്ങൾ സമ്പൂർണ്ണമായി അർപ്പണം ചെയ്തു. ഞങ്ങൾ നിൻ്റെ ഇഷ്ടം നിവർത്തിക്കണം. ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ചിന്ത, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു. അവിടുന്ന് വാഴ്ത്തി ശുദ്ധീകരണമേ. ബാലക എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അവിടുന്ന് വാഴ്ത്തി ശുദ്ധീകരിച്ച് നുറുക്കി അനേകർക്ക് അനുഗ്രഹമാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, നുറുക്കണമേ, അനുഗ്രഹിക്കണമേ, അനേകർക്ക് അത് പ്രയോജനമുള്ളതാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. സകലത്തിനും മീതെ ഉയർന്നതായ നാമം, സകലത്തിനും മീതെ ഉയർന്നതായ നാമം, സ്തുതികളാൽ മുഴങ്ങും മഹിമയോടെ വാനിൽ. സകലത്തിനും മീതെ ഉയർന്നതായ നാമം, സ്തുതികളാൽ മുഴങ്ങും മഹിമയോടെ വാനിൽ. യാഹ
പ്രിയനായി തൻ ജനത്തിൻ സ്തുതികളിൽ വാസം ചെയ്യുന്നു.